മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലെ പ്രിയപ്പെട്ട മക്കളെ, ദൈവവചനത്തിന് വളരെയേറെ സ്ഥാനം കൊടുക്കുന്ന നമുക്കുള്ളതാണ് ദൈവത്തിൻ്റെ കൃപ. മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും, രോഗത്തിൻ്റെ കടുത്ത വേദനയിലൂടെ കടന്നുപോയാലും, കടക്കണിയിലൂടെ കടന്നുപോയാലും ദൈവത്തെ പ്രസാദിപ്പിക്കുക അതൊരു ദൈവകൃപയാണത്. ഇതാ വചനം നമ്മോട് പറയുന്നു. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കുവാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. മക്കളെ, ദൈവം ഏറ്റവും അധികം ഒരു മനുഷ്യനിൽ കാത്തു സൂക്ഷിക്കുന്നതും കാണാൻ കൊതിക്കുന്നതും വിശുദ്ധിയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം പരിശുദ്ധിയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്വഭാവമായ കരുണ, വിശ്വസ്തത കവർന്നെടുക്കാതിരിക്കാൻ നമ്മെ കാത്തു സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. വിശുദ്ധിയുള്ള ജീവിതങ്ങൾക്ക് അനന്തമായ ശക്തിയുണ്ട്, അല്ലേ? ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യരിലേക്ക് പകരുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഇത് കൊടുക്കാൻ, ഇത് കവർന്നെടുക്കാൻ അഹോരാത്രം തത്രപ്പെടുന്നവൻ്റെ പേരാണ് സാത്താൻ, പിശാച്. എന്നാൽ വിശുദ്ധിക്ക് വില കൊടുക്കുന്നവരുണ്ട്. ദാനിയേലിൻ്റെ വിശുദ്ധി സിംഹങ്ങൾ മാനിച്ചു. സിംഹങ്ങൾ ദാനിയേലിനെ സ്പർശിക്കാതെ മാറി നിന്നു. ഏലിയായുടെ വിശുദ്ധി സ്വർഗം മാനിച്ചു. ഏലിയായെ മരണം കാണാതെ ശരീരത്തോടെ സംവഹിക്കപ്പെട്ടു. സൂസന്നയുടെ വിശുദ്ധി അവളെ ശത്രുക്കളിൽ നിന്ന് അവളെ വിമോചിപ്പിച്ചു. മകളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിശുദ്ധിയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന ചില മേഖലകളുണ്ട്. അശുദ്ധി, ദുർമോഹം, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, ഇതൊക്കെ വിശുദ്ധിയിൽ നിന്ന് നമ്മെ അകറ്റിക്കൊണ്ടു പോകുന്നതാണ്. വിശുദ്ധിയിൽ ജീവിച്ചാൽ ദൈവത്തോട് ഏതു കാര്യവും നമുക്ക് നിർബന്ധിക്കാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് തരും. വിശുദ്ധിയിൽ ജീവിച്ചാൽ മൂശയെപ്പോലെ മുഖാഭിമുഖം ഒരു സുഹൃത്തിൻ്റെ എന്ന പോലെ സംസാരിക്കാൻ കർത്താവ് കൃപ നൽകും. വിശുദ്ധിയുള്ളവരെ സ്വർഗം വിലമതിക്കുന്നു. അവരുടെ വാക്കുകൾ പാഴായി പോകാൻ സ്വർഗം അനുവദിക്കുകയില്ല. വിശുദ്ധമായി ജീവിക്കുന്ന യുവതി യുവാക്കന്മാരെ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ദമ്പതിമാരെ, വയോവൃദ്ധന്മാരെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കുള്ളതാണ് സ്വർഗരാജ്യം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഇന്നത്തെ ഈ പ്രയർ ലൈൻ പങ്കുവയ്ക്കാൻ, ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച് കൊതിച്ചു നിൽക്കുന്നവരെയും അത് ചെന്നെത്തുന്നവരെയും പിന്നീടും അത് ഷെയർ ചെയ്യുന്നവരെയും പ്രത്യേകമായ വിധത്തിൽ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.